ഈ 26 തൊട്ട് 30 വയസ്സ് വരെ, അല്ലെങ്കിൽ ഒരു 32-35 വയസ്സ് വരെ എന്ന് വേണമെങ്കിൽ പറയാം, ഏറ്റവും ട്രാജിക് സ്റ്റേജ് ഓഫ് ലൈഫാണ്. കാരണം നമ്മൾ 23-24 വയസ്സ് വരെ ഒന്നും കാര്യമായിട്ട് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണതിന്റെ പകുതി പോലും എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു സ്റ്റേജ് ഭയങ്കര ഡിപ്രസിംഗ് ആണ്. കാരണം പഴയ ആ ഒരു എനർജിയും ഇല്ല. എന്നാൽ ഒരു 35 വയസ്സ് കഴിഞ്ഞവരെ ആ ഒരു മീഡിയോക്കർ ലൈഫ് മതി സെറ്റിൽ ആവാന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്കും കംപ്ലീറ്റ്ലി അഡാപ്റ്റ് ആയിട്ടില്ല. ഇതിന്റെ ഇടയിൽ കിടന്ന് പെടാപ്പാട് പെടുമായിരിക്കും. അതായത് ഒരു പ്രായം വരെ ഈ ലോകം മൊത്തം കീഴടക്കും എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പ്രാക്ടിക്കൽ റിയാലിറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഒരു പെയിൻ ഉണ്ടല്ലോ, നമ്മളെ അത് എൻഗൾഫ് ചെയ്യും ടുവേർഡ്സ് അഡ്ജസ്റ്റ്മെന്റ്, കോംപ്രമൈസ് ആൻഡ് ടുവേർഡ്സ് എ മീഡിയോക്കർ ലൈഫ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതത്തിലേക്ക് അത് നമ്മളെ വലിച്ച് താഴെയിടും. ഈവൻ റെന്റ് കൊടുക്കണതും നല്ല ഹെൽത്ത് കെയറിനോടുള്ള ആക്സസ് പോലും നമ്മളോട് ഭയങ്കര ക്രൂവലാന്ന് മനസ്സിലാക്കി കഴിയുമുണ്ടല്ലോ. പിന്നെ നമ്മൾ മണ്ണത്തേക്കിലായോടും കറപ്റ്റ് ആവണതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങും. ചെറുപ്പകാലം മൊത്തം ഒരു ആംബിഷ്യസ് ലൈഫ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ജീവിച്ച് പക്ഷെ അത് റിയാലിറ്റിയിൽ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഓരോ വശത്തേക്ക് വലിക്കണം. ഇതൊക്കെ മാറ്റി വെച്ച് ആ പഴയ ആംബിഷ്യസ് സ്വപ്നങ്ങൾ എടുത്ത് പിന്നെ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ദർ വിൽ ബി ഓൺലി 2 ഓപ്ഷൻസ് അറ്റ് ദിസ് സ്റ്റേജ്. ഒന്നില്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഗീവ് അപ്പ് ചെയ്യുക, എന്നിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതം ജീവിക്കുക, അല്ലെങ്കിൽ ഒന്നും നോക്കാതെ എല്ലാം മാറ്റി വെച്ച് റിസ്ക് എടുത്തുകൊണ്ട് മാത്രം ആ പഴയ ഏർലി 20s എനർജി വെച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത്.